ഹായ് ഡിയേഴ്സ്, ഞാനിന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോളുടെ സന്തോഷം കണ്ടില്ലേ, അവളുടെ കാത് കുത്താനായിട്ട് പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്നൊന്നും തീരുമാനമായിട്ടില്ല, അങ്ങോട്ട് പോവാൻ തുടങ്ങിയെന്ന് മാത്രം. ഒരുപാട് നാളായി കാത് കുത്തണം എന്നൊക്കെ പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു തോന്നൽ, അപ്പോൾ അങ്ങനെ പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ്. അങ്ങനെ ഞങ്ങൾ കാത് കുത്താൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഉപ്പയുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ എത്ര ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ പകുതി എത്തുമ്പോഴേക്കും അതൊക്കെ കഴിച്ചിട്ടുണ്ടാവും. മുടിയൊക്കെ അയച്ച് ആകെ വലിച്ച് വാരിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവുകയാണ്, എവിടെ കയറുന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവൾ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഓൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒറേല ഗോൾഡ് എന്ന ഷോപ്പിലാണ് കയറിയത്. അപ്പോൾ അവിടെ കാത് കുത്ത് ഇന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ ചോദിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയിലിരുത്തിയിട്ട് പോയിക്കാണ്. അപ്പോൾ ഇന്ന് അവിടെ കാത് കുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ച് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോരുകയാണ്. അപ്പോൾ ഇതാണ് ഒറേല ഗോൾഡ്. അനുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, അഫീലിൻ്റെ കാത് കുത്താണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കാത് കുത്താൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേ അടയാളം വെച്ച് കൊടുക്കുകയാണ്, എവിടെയാണ് കമ്മലിടേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു അടയാളം ഇട്ട് കൊടുക്കുകയാണ്. ഭയങ്കര ഉഷാറായിട്ട് ഇരുന്നു കേട്ടോ ഫസ്റ്റൊക്കെ. പിന്നെ ഭയങ്കര കരച്ചിലായി ആദ്യത്തേത് കുത്തിയപ്പോൾ. അപ്പോൾ നല്ല ഉഷാറായിട്ട് ഇരുന്ന് കൊടുക്കുകയാണ്. പെട്ടെന്ന് അങ്ങ് കാത് കുത്തിയപ്പോൾ കരഞ്ഞു. പിന്നെ കുറച്ച് നേരം എടുത്ത് നടന്ന് പിന്നെ വീണ്ടും വന്നിരുന്നതാണ്. ഒരു കാത് മാത്രം കുത്തിയിട്ടുള്ളൂ. പിന്നെ അവൾ ആ മെഷീൻ കാണുമ്പോഴേക്കും കരയാൻ തുടങ്ങും. വേദന ആയിട്ടൊന്നുമല്ല, അത് കാണുമ്പോൾ അങ്ങോട്ട് കരയുക. പിന്നെ കുറേ നേരം എടുത്ത് നടന്നിട്ടാണ് കാത് കുത്താൻ നോക്കിയത്. അവൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല കേട്ടോ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ കിഡ്സിൻ്റെ. കിഡ്സിൻ്റെ സിൽവറും ഗോൾഡും എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അവളെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത് നിൽക്കുകയാണ്. അതിനിടയിൽ അറിയാതെ വന്ന് ഒന്നും കൂടി കുത്താൻ നോക്കി, പക്ഷേ നടന്നില്ല. അവൾ പിന്നെ അത് കണ്ടു, കരഞ്ഞ്. എന്നിട്ട് പിന്നെ അവസാനം പിടിച്ച് വെച്ചിട്ട് അങ്ങോട്ട് കുത്തിയേക്കാണ് ഒരു കാത്. അവളത് കാണുമ്പോഴേക്ക് ഭയങ്കര കരച്ചിലാട്ടോ. പിന്നെ ഒരുപാട് നേരം പിടിച്ച് വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ കാത് കുത്തിയത്. അവൾ നല്ല സന്തോഷത്തിലായിരുന്നു. പിന്നെ അതൊക്കെ ആകെ പോയി, സന്തോഷമൊക്കെ പോയി, ഭയങ്കര സങ്കടമായി. പിന്നെ നമ്മൾ ഈ കാത് കുത്തുമ്പോൾ ഓർമ്മ വെച്ചിട്ടുള്ള ബുദ്ധി വെച്ചിട്ടുള്ള കുട്ടികളാകുമ്പോൾ അവർക്ക് ആദ്യം കുത്തിയതിൻ്റെ വേദന എങ്ങനെയായാലും ചെറിയ വേദന ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വേദനക്കാണ് രണ്ടാമത് അവർ കുത്താനയക്കാത്തത്. ഒന്നെങ്കിൽ കുറച്ച് നല്ല വലിയ കുട്ടികളായിട്ട് കുത്തുക, അല്ലെങ്കിൽ നന്ന ചെറുപ്പത്തിൽ കുത്തണം കുട്ടികൾക്ക്. പക്ഷേ കുട്ടികൾ കാത് തട്ടണതും എവിടെയെങ്കിലും കുളത്ത് വലിക്കണമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ. അവസാനം 2 കാതും കുത്തിയിട്ടോ. അപ്പോൾ കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ എടുത്ത് നടന്നു. ഇപ്പോൾ നമ്മൾ അവൾക്കുള്ള ഗോൾഡ് നോക്കുകയാണ്. കമ്മലിപ്പോൾ പർച്ചേസ് ചെയ്യുന്നില്ല കേട്ടോ. ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് പാദസരമാണ് നോക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉർവശിയുടെ പാദസരം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല സിൽവറിൻ്റെയും ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം. നല്ല നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ല വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ, സീ യു, താങ്ക് യു.